ഹായ് ആസ്പിരൻസ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മിക്സ്ഡ് ആൻഡ് ഡെലിഗേഷൻ. അപ്പോൾ അതിൻ്റെ അകത്തെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ലോജിക്കൽ വേ, അതായത് നമ്മൾ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ലോജിക്കലായിട്ടൊരു അപ്രോച്ച്, അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെ എല്ലാം ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ കണ്ടെയ്നർ കണ്ടെയ്ൻസ് 80 liter milk. From this container, 8 liter milk was taken out and replaced with water. This process was further repeated 2 times. How much milk is now contained in the container? അതായത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് 80 liter മിൽക്ക് ഉണ്ട്. ഈ 80 liter മിൽക്കിൻ്റെ അകത്ത് 8 liter മിൽക്ക് നമ്മൾ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ. എന്നിട്ട് ഈ 8 liter മിൽക്കിന് പകരം 8 liter വാട്ടർ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നു. ദീസ് പ്രോസസ് വാസ് ഫർദർ റിപ്പീറ്റഡ് 2 times. ഈ പ്രോസസ്സ് ഒരു 2 തവണ കൂടി റിപ്പീറ്റ് ചെയ്തു. പിന്നെ ചോദ്യം എന്താ? ഹൗ മച്ച് മിൽക്ക് ഈസ് നൗ കണ്ടെയ്ൻഡ് ഇൻ ദ കണ്ടെയ്നർ. ഇനി ഇപ്പം ആ കണ്ടെയ്നറിൽ എത്ര ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ബാക്കിയുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ലോജിക്ക് ഉണ്ട്. അപ്പോൾ ഇതാദ്യം ചെയ്യുന്നതിന് മുമ്പ് ആ ലോജിക്ക് എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. അതായത് ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. 20 liter മിൽക്കും 100 liter വാട്ടറും ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളോട് ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കാണ്. അതായത് ഈ സൊല്യൂഷൻ, മിൽക്ക് വാട്ടർ സൊല്യൂഷൻ്റെ അകത്തുനിന്ന് ഒരു 20% എടുത്ത് മാറ്റാൻ പറയുന്നു. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരേണ്ടതെന്ന് വെച്ചാൽ 20% നമ്മൾ എടുത്ത് മാറ്റുമല്ലോ. അങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ ഈ മിൽക്കിൽ നിന്നും 20% പോവും, വാട്ടറിൽ നിന്നും 20% പോവും. ഇതിൻ്റെ ഒരു ബേസ് ആണ്. ഇത് എപ്പോഴും മനസ്സിൽ വേണം. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ പെട്ടെന്ന്, അതായത് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? എ കണ്ടെയ്നർ കണ്ടെയ്ൻസ് 80 liters മിൽക്ക് അല്ലേ? 80 liters ഓഫ് മിൽക്ക് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് 8 liters ഓഫ് മിൽക്ക് എടുത്ത് മാറ്റുകയാണ്. അതായത് ടോട്ടൽ 80 liters ഉള്ള മിൽക്കിൽ നിന്ന് 8 liters എടുത്ത് മാറ്റുന്നു ഇല്ലേ? അതായത് ഇതിനെ നമ്മളൊന്ന് ഷോർട്ട് ചെയ്തേ. അപ്പോൾ എത്രയായി? 1/10 എന്നായില്ലേ? അതായത് 10 പാർട്ടുള്ള ഒരു സൊല്യൂഷനിൽ നിന്ന് ഒരു പാർട്ട് എടുത്ത് മാറ്റുക. അപ്പോൾ ബാക്കി എത്ര റിമൈനിങ് പാർട്ട്? 9 പാർട്ടല്ലേ? അതായത് 10 പാർട്ടിൽ ബാക്കി ഇനി റിമൈനിങ് 9 പാർട്ടോടെ ഉള്ളൂ. അത് തന്നെയല്ലേ? അതായത് ഇനി 80 liters മിൽക്കിൻ്റെ 9/10 പാർട്ടോടെ ഉള്ളൂ റിമൈനിങ്. അപ്പോൾ ഇൻറ്റു 9/10. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ 8 liters മിൽക്ക് എടുത്ത് മാറ്റിയല്ലോ. ഇനി 8 liters ഓഫ് വാട്ടർ ഇതിൻ്റെ അകത്തോടെ ആഡ് ചെയ്യുക. അപ്പോൾ സൊല്യൂഷൻ വീണ്ടും എത്രയായി? 80 liters ആയി. 80 liters-ൻ്റെ അകത്തുനിന്ന് ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇനി നമ്മൾ 8 liter സൊല്യൂഷൻ എടുത്ത് മാറ്റുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 20% എടുത്ത് മാറ്റുമ്പോൾ 2-ൻ്റെ അകത്തുനിന്നും 20% പോകും. അപ്പോൾ 8 liters സൊല്യൂഷൻ എടുത്ത് മാറ്റുമ്പോൾ 2-ൻ്റെ അകത്തുനിന്നും അത്രയും പാർട്ട് പോകും. അപ്പോൾ 80 liters-ൻ്റെ അകത്തുനിന്ന് 8 liters എടുത്ത് മാറ്റുക എന്ന് വെച്ചാൽ 1/10 പാർട്ട് മാറ്റുക എന്നർത്ഥം. അപ്പോൾ റിമൈനിങ് എത്ര? 9/10. അപ്പോൾ മിൽക്കിൻ്റെ 9/10 ആയിരിക്കും റിമൈനിങ്, വാട്ടറിൻ്റെ 9/10 ആയിരിക്കും റിമൈനിങ്. അപ്പോൾ നോക്കി, ഇൻറ്റു 9/10. ഒന്നുകൂടി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ സെയിം ലോജിക്ക്, ഇൻറ്റു 9/10. എത്ര ആവും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? 80 × 9 × 9 × 9. 9-ൻ്റെ ക്യൂബ് എത്ര? 729. അപ്പോൾ 80 × 729/1000 എത്ര കിട്ടും? 58.32 liters. ഇത്രയും ലിറ്റർ മിൽക്ക് ആയിരിക്കും ബാക്കി റിമൈനിങ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ട്രേഡർ സോൾഡ് 2 articles in ₹800. ഇവിടെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുവാണേ. നമ്മൾ ഈ ഇന്നെന്നുള്ളത് മാറ്റിയിട്ട് ഓഫ് കോസ്റ്റ് പ്രൈസ് ₹800 എന്നാക്കുവാണേ. അപ്പോൾ എ ട്രേഡർ സോൾഡ് 2 articles ഓഫ് കോസ്റ്റ് പ്രൈസ് ₹800. On one he gained 33 1/3% and on another he gained 20%. In this whole transaction he gained 25%. Find the cost price of the second article. Question ഇത്രേ ഉള്ളൂ. അതായത് ഒരു ട്രേഡർ 800 രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള 2 ആർട്ടിക്കിൾ സെല്ല് ചെയ്യാണ്. അങ്ങനെ സെല്ല് ചെയ്തപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിളിൽ അയാൾക്ക് 33 1/3% പ്രോഫിറ്റ് കിട്ടി. സെക്കൻഡ് ആർട്ടിക്കിളിൽ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടി. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഈ ഓൾ ട്രാൻസാക്ഷൻ, അതായത് ഈ രണ്ടോടെ വിറ്റ് കഴിഞ്ഞ് അയാൾക്ക് അവസാനം 25%, രണ്ടിനൂടെ 25%, ഓൾ ട്രാൻസാക്ഷൻ ആയി 25% പ്രോഫിറ്റാണ് കിട്ടിയത്.
ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ സെക്കൻഡ് ആർട്ടിക്കിൾ. സെക്കൻഡ് ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ രണ്ടിൻ്റെയും കൂടെ ചേർത്തുള്ള കോസ്റ്റ് പ്രൈസ് ആണ് നിൽക്കുന്നത് 800 എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറുള്ള ക്വസ്റ്റ്യൻ, അതായത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയേ. ആദ്യം 33%, രണ്ടാമത്തേതിന് 20%, രണ്ടും കൂടെ ചേർന്ന് 25%. അതായത് ആദ്യത്തെ ഒരു ക്വാണ്ടിറ്റി, രണ്ടാമത്തെ ഒരു ക്വാണ്ടിറ്റി, രണ്ടും കൂടെ ചേർന്ന് മൂന്നാമതൊരു ക്വാണ്ടിറ്റി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഒരു സ്ട്രക്ചർ എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അലിഗേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമ്മൾ അലിഗേഷൻ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്തു തുടങ്ങാം. ഇതാ നോക്കിയേ, ആദ്യത്തെ ആർട്ടിക്കിൾ, ഫസ്റ്റ് ആർട്ടിക്കിളിന് പുള്ളിക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്ര? 33 1/3%. അതായത് ഫസ്റ്റ് ആർട്ടിക്കിളിന് കിട്ടിയത് 33 1/3% ആണ് അല്ലേ. അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര? 1/3. ഓക്കെ. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ആർട്ടിക്കിളിന് പുള്ളിക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്ര? 20%. 20%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര? 1/5. ഇനി ഓവറോൾ പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയേക്കുന്നത്? 25% അല്ലേ. അപ്പോൾ 25% അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര? 1/4. ഇനി നമ്മൾ അലിഗേഷൻ ചെയ്യാൻ പോവാം. ഈ ക്വാണ്ടിറ്റീസിനെ അലിഗേറ്റ് ചെയ്യാൻ പോവാം. ഇനി അലിഗേഷൻ ചെയ്യാൻ നേരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വേണം. അതായത് നമ്മൾ അലിഗേഷൻ ചെയ്യാൻ നേരം നമ്മൾ ഒരു വലിയ ക്വാണ്ടിറ്റി കാണും, ഒരു ചെറിയ ക്വാണ്ടിറ്റി കാണും. പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്ന് ഇതിൻ്റെ നടുക്കായിട്ട് വരും. അതായത് ഈ വലിയ ക്വാണ്ടിറ്റിയുടെയും ചെറിയ ക്വാണ്ടിറ്റിയും ഇടയിലുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കും നടുക്ക് വരുന്നത്. ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളതായിരിക്കണം. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ക്വാണ്ടിറ്റിയിൽ ഞാൻ കോസ്റ്റ് പ്രൈസ് എഴുതുന്നെങ്കിൽ സെക്കൻഡ് ക്വാണ്ടിറ്റിയിലും കോസ്റ്റ് പ്രൈസ്, തേർഡ് ക്വാണ്ടിറ്റിയിലും കോസ്റ്റ് പ്രൈസ്. അഥവാ ഞാൻ ഇവിടെ ഫസ്റ്റ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ് എഴുതുന്നെങ്കിൽ ഫസ്റ്റും പ്രോഫിറ്റ്, സെക്കൻഡും പ്രോഫിറ്റ്, തേർഡും പ്രോഫിറ്റ്. അങ്ങനെ വേണം എപ്പോഴും ചെയ്യാൻ. അല്ലാതെ ഇവിടെ കോസ്റ്റ് പ്രൈസ് എഴുതി, ഇവിടെ സെല്ലിംഗ് പ്രൈസ് എഴുതി, ഇവിടെ പ്രോഫിറ്റ് എഴുതി, അങ്ങനെ പറ്റില്ല. നമ്മൾ കോസ്റ്റ് പ്രൈസ് എഴുതുന്നെങ്കിൽ എല്ലാം കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എഴുതുന്നെങ്കിൽ എല്ലാം സെല്ലിംഗ് പ്രൈസ്, ലോസ് എഴുതുന്നെങ്കിൽ എല്ലാം ലോസ്, പ്രോഫിറ്റ് എഴുതുന്നെങ്കിൽ എല്ലാം പ്രോഫിറ്റ്. ഇപ്പം ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം പ്രോഫിറ്റ് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ആർട്ടിക്കിളിൻ്റെ പ്രോഫിറ്റ് എത്ര? 1/3 അല്ലേ. അപ്പോൾ 1/3 ഫസ്റ്റ് ആർട്ടിക്കിളിൻ്റെ അവിടെ എഴുതി. ഇനി സെക്കൻഡ് ആർട്ടിക്കിളിൻ്റെ എവിടെയോ അതിൻ്റെ പ്രോഫിറ്റ് എത്രയായിരുന്നു? 1/5 അല്ലേ. അപ്പോൾ 1/5 അവിടെ എഴുതി. ഇനി തേർഡ് ആർട്ടിക്കിളോ? തേർഡ് അല്ല, ഓവറോൾ ഗെയിൻ എത്രയായിരുന്നു? 1/4. ഇത് രണ്ടും കൂടെ ചേർന്നല്ലേ. അപ്പോൾ അത് മിഡിലേക്ക് എഴുതാം. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഏതാണ്, ചിലർക്ക് ഡൗട്ട് വരും. കാരണം ഇതൊരു ഫ്രാക്ഷണൽ ഫോമിൽ കിടക്കുന്നുണ്ട്. ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കമ്പയർ ചെയ്യാനൊരു പ്രയാസം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ LCM എടുക്കുക. ഇനി അത് ഇച്ചിരി കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ഇതാ ഫസ്റ്റ്, സെക്കൻഡ്, ഇതാ ഈ ഫ്രാക്ഷണൽ ഫോമിനെ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കിയേ, ഈ ഒരു ക്വാണ്ടിറ്റിയെ നമ്മളിവിടെ മറച്ചു വയ്ക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ എടുക്കുക. ഇവിടെ 5, ഇവിടെ 4. 5 × 4 എത്ര? 20. അത് താണ്ടി ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ അങ്ങോട്ടങ്ങ് എഴുതുക. സെയിം പ്രോസസ്സ് സെക്കൻഡിൻ്റെ അവിടെ. നമുക്കിവിടെ സെക്കൻഡ് ക്വാണ്ടിറ്റി അങ്ങ് മറച്ചു വെക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 3 × 4 12. അതിവിടെ അങ്ങ് എഴുതുക. ഇതേ പ്രോസസ്സ് ഇവിടെ. ഇതങ്ങ് മറച്ചു വെക്കുക. 3 × 5 15. ഓക്കെ. നോക്കിയേ, 20 12 15. നോക്കി, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സംഖ്യ അല്ലേ 15. അപ്പം നമ്മൾ ഈ സ്ട്രക്ചർ കറക്റ്റാണ്. ഇനി ഇതിനെ അലിഗേറ്റ് ചെയ്യാൻ പോവാം. സംഭവം ഇത്രയേ ഉള്ളൂ. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഇതാ ഇത് രണ്ട് വലുത് ഏതാ? 20. 20ൽ നിന്ന് 15 കുറയ്ക്കുക. എത്ര കിട്ടും? 5. 5 ഇങ്ങോട്ട് എഴുതുക. ഇതിൽ രണ്ടിൽ വലുത് ഏതാ? 15. 15ൽ നിന്ന് 12 കുറയ്ക്കുക. എത്ര? 3. അപ്പം നമുക്ക് 3:5 എന്ന് പറഞ്ഞൊരു റേഷ്യോ ആണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. നമ്മൾ ചോദിക്കും ഈ 3:5 എന്തിൻ്റെ റേഷ്യോ? അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം. ഇവിടെ എന്താ നമ്മൾ എടുത്തിരിക്കുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എത്ര? സെല്ലിംഗ് പ്രൈസ് SP മൈനസ് കോസ്റ്റ് പ്രൈസ് CP ബൈ CP × 100 അല്ലേ. നമ്മളിവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയിരുന്നു എടുത്ത്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ SP സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് × 100. ഇവിടെ നോക്കി, ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താ വന്നേക്കുന്നത്? കോസ്റ്റ് പ്രൈസ് ആണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ
എന്താണോ ഡിനോമിനേറ്റർ വരുന്നത്, നമ്മൾ ഇവിടെ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഡിനോമിനേറ്ററിൽ എന്താണോ വരുന്നത് അതിന്റെ റേഷ്യോ ആയിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്നത്. ഇവിടെ നമുക്ക് CP അല്ലേ വന്നേക്കുന്നത്, അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ ആയിരിക്കും 3:5 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതായത് ഫസ്റ്റ് ആർട്ടിക്കിളിന്റെ 3 പാർട്ടും സെക്കൻഡ് ആർട്ടിക്കിളിന്റെ 5 പാർട്ടും. ഓക്കെ, ഇനി നമുക്ക് രണ്ടിന്റെയും കോസ്റ്റ് പ്രൈസ് അല്ല, നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് അല്ല കണ്ടുപിടിക്കണ്ടേ. ഇവിടെ നോക്കിയേ, നമുക്ക് ടോട്ടൽ CPയുടെ റേഷ്യോ എത്ര ഇട്ടേക്കുന്നത് 3:5 അല്ലേ. 3:5, അതായത് 3 പാർട്ടും 5 പാർട്ടും. ഫസ്റ്റ് ആർട്ടിക്കിൾ 3 പാർട്ടും സെക്കൻഡ് ആർട്ടിക്കിൾ 5 പാർട്ടും. ഇപ്പൊ ടോട്ടൽ എത്ര പാർട്ടുണ്ട്? ടോട്ടൽ 3 + 5 പാർട്ട് അല്ലേ, 8 പാർട്ട് ഉണ്ട്. ടോട്ടൽ 8 പാർട്സ് ഉണ്ട് അല്ലേ. ആ 8 പാർട്സിന് കറസ്പോണ്ടിങ്, അതായത് ടോട്ടൽ CP ആണ് 8 പാർട്സ്. ആ 8 പാർട്സ് അല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നത് 800 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അതായത് 8 പാർട്സ് 800 എന്നാ പറഞ്ഞേക്കുന്നത്. 8 പാർട്സ് 800 ആണെങ്കിൽ 1 പാർട്ട് എത്ര ആയിരിക്കും? 800/8 അല്ലേ, അതായത് 100 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്മളോട് പറഞ്ഞേക്കുന്ന ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ സെക്കൻഡ് ആർട്ടിക്കിൾ. സെക്കൻഡ് ആർട്ടിക്കിളിന്റെ എത്ര പാർട്ടാ? 5 പാർട്ടാ. 1 പാർട്ട് 100 ആണെങ്കിൽ 5 പാർട്ട് എത്ര ആയിരിക്കും? 100 × 5, 500 rupees. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A mixture of certain quantity of milk with 20 liters of water is sold at 80 paise per liter. If pure milk worth rupees 1.20 per liter, rupees 1.20, അതായത് 1 rupee 20 paise per liter, how much milk is present in the mixture? ഈ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. അതായത് ഒരു മിക്സ്ചർ, അതായത് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ട്. അതിൻ്റെ അകത്ത് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി നമ്മളോട് പറയുന്നില്ല, പക്ഷെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നുണ്ട്. 20 ലിറ്റർ വാട്ടർ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 80 paise per liter. അതായത് ഈ മിക്സ്ചർ ടോട്ടൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും മിക്സ്ചർ വിൽക്കുന്നത് 80 paise per literനാണ് വിൽക്കുന്നത്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ഈ മിൽക്കിൻ്റെ വില, അതായത് 1 ലിറ്ററിന് 1.2 per liter ആണ്. അതായത് 1 രൂപ 20 പൈസയാണ് 1 ലിറ്ററിൻ്റെ വില മിൽക്കിൻ്റെ. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തുവാ? ഈ മിക്സ്ചറിൻ്റെ അകത്ത് എത്ര ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ അതേ ഒരു ഫോർമാറ്റ് അല്ലേ കിടക്കുന്നത്. അതായത് 2 ക്വാണ്ടിറ്റി ഉണ്ട്, രണ്ടും കൂടെ ചേർന്ന് 1 പൈസയ്ക്ക് വിൽക്കുന്നു. വാട്ടറിനൊരു വില കാണും, മിൽക്കിനൊരു വില കാണും. ഇത് രണ്ടും കൂടെ ചേർന്ന് മിൽക്ക് വാട്ടർ സൊല്യൂഷൻ ഒരു വില. അതേ ഫോർമാറ്റ് അല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ നോക്കിയതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? അലിഗേഷൻ തന്നെ. അപ്പോൾ നോക്കിയേ, മിൽക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട് ഇല്ലേ. മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി നമുക്കറിയാമോ? ഇല്ല. വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി അറിയാം, 20 ലിറ്റർ ഉണ്ടെന്നറിയാം. ഇനി നോക്കിയേ, മിൽക്കിൻ്റെ വില തന്നിട്ടുണ്ടില്ലേ. 1 ലിറ്ററിന് എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? 1 രൂപ 20 പൈസ. ഇനി ടോട്ടൽ ക്വാണ്ടിറ്റി, ഈ മിൽക്കും വാട്ടറുടെ മിക്സ് ചെയ്ത ക്വാണ്ടിറ്റി വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്? 80 paise per liter. ഇവിടെ പൈസ കിടക്കുന്നത്, ഇവിടെ റുപ്പീസിലും കിടക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നീ പൈസ ആക്കാം, അല്ലെ റുപ്പി ആക്കാം. നമുക്ക് പൈസയിൽ അങ്ങ് ചെയ്യാം. പൈസ ചെയ്യാൻ നേരം 1 rupee 20 paise × 100 ചെയ്താൽ മതി. ഓക്കെ, നോക്കിയേ, മിൽക്കിൻ്റെ വില എത്ര പറഞ്ഞേക്കുന്നത്? 1.2 per liter അല്ലേ, rupees 1.2 per liter. അതിനെ നമ്മൾ പൈസ ആക്കുമ്പോൾ rupees 1.2നെ പൈസയിലോട്ടാക്കുമ്പോൾ × 100 ചെയ്താൽ മതി. അപ്പോൾ എത്ര? 120 എന്ന് കിട്ടും അല്ലേ, 120 പൈസ എന്ന് കിട്ടും. ഇനി വാട്ടറിൻ്റെ വില എത്ര ആയിരിക്കും? ഇവിടെ എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ വില എങ്ങനെ എടുക്കും? ലോജിക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ പാലിനകത്ത് വെള്ളം ചേർക്കുന്ന എന്തിനാ? ലാഭത്തിന്. ശരിക്കും വിലയുള്ളൊരു സാധനം എടുത്ത് മിൽക്കിൻ്റെ അകത്തോട്ട് ഒഴിച്ചാൽ ഇതിൻ്റെ വിലയും കൂടി ഇതിൻ്റെ അകത്ത് കയറില്ലേ. അപ്പോൾ വാട്ടറിന് നമ്മൾ എപ്പോഴും 0 ആയിട്ടാണ് 0 ആണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത്. അപ്പോൾ കാരണം 0 ആയാലേ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വാട്ടറിൻ്റെ കോസ്റ്റ് പ്രൈസ് എപ്പോഴും 0 ആയിരിക്കും. ഇങ്ങനത്തെ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് വാട്ടറിൻ്റെ കോസ്റ്റ് പ്രൈസ് എപ്പോഴും 0 ആയിരിക്കും. കാരണം നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോസ്റ്റ് പ്രൈസും ഇല്ലാത്തൊരു സാധനം മിക്സ് ചെയ്താലേ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ. അപ്പോൾ വാട്ടറിൻ്റെ കോസ്റ്റ് പ്രൈസ് 0. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എത്ര രൂപയ്ക്കാണ് വയ്ക്കുന്നത്? 80.
അല്ലേ? ഇനി നോക്കിയേ, നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് അലിഗേറ്റ് ചെയ്യുക. നോക്കിയാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ 120 നിന്ന് 80 കുറച്ചു. അപ്പോൾ എത്ര കിട്ടും? 40 അല്ലേ? ഇനി 80 നിന്ന് 0 കുറച്ചു. എത്ര കിട്ടും? 80. 80:40 അല്ലേ? നമുക്ക് കിട്ടിയേക്കുന്ന എത്ര? 80:40. ഇനി ഒന്നുകൂടെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2:1 എന്ന് കിട്ടത്തില്ലേ? അതായത് 2:1. നോക്കിയേ, മിൽക്കിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ടല്ലേ 2 പാർട്ട് കിടക്കുന്നത്, വാട്ടറിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ടാണ് 1 പാർട്ട് കിടക്കുന്നത് അല്ലേ? ഇനി ഈ 2:1 എന്തിന്റെ റേഷ്യോ? നമ്മൾ നോക്കി, ഇവിടെ നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? 120 പൈസ പെർ ലിറ്ററാ. 120 പൈസ പെർ ലിറ്റർ അല്ലേ? ഇത് ഡിനോമിനേറ്റർ എന്താ വന്നേക്കുന്നത്? ലിറ്റർ. അതായത് മിൽക്കിന്റെയോ വാട്ടറിന്റെയോ ക്വാണ്ടിറ്റിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മിൽക്കിന്റെയും വാട്ടറിന്റെയും ക്വാണ്ടിറ്റിയുടെ റേഷ്യോ. നോക്കിയേ, നമുക്ക് വാട്ടറിന്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടല്ലേ? എത്ര? 20 ലിറ്റർ. അതായത് ഒരു പാർട്ട് എന്നുള്ളത്, 1 പാർട്ട് എന്നുള്ളത് എത്ര? 20 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഇല്ലേ? നമുക്ക് എത്ര മിൽക്ക് ഉണ്ടെന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? മിൽക്ക് എത്ര പാർട്ടാ? 2 പാർട്ട്. ഇപ്പൊ 2 പാർട്ട് എത്ര ആയിരിക്കും? 2 × 20, അതായത് 40 ലിറ്റേഴ്സ്. ഇത്രേ ഉള്ളൂ ഈ പ്രോബ്ലം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ഡിസ്ഹോണസ്റ്റ് മിൽക്ക് മാൻ professes to sell his milk at cost price, but he mixes it with water and thereby gains 33.13%. The percentage of water in the mixture is. ഇത് ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഒരു ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് മാൻ, അയാളുടെ മിൽക്ക് കോസ്റ്റ് പ്രൈസിന് തന്നെ, അയാൾ ഏത് വിലക്കാണോ പാല് മേടിച്ച് അതേ വിലയ്ക്ക് തന്നെ വിൽക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അയാൾ ഡിസോണസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ടൈപ്പ് കാണിക്കും. ബട്ട് ഹി മിക്സസ് ഇറ്റ് വിത്ത് വാട്ടർ അല്ലേ? അപ്പോൾ അയാൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തു. ആൻഡ് ദെയർ ബൈ ഗെയിൻസ് 33.13%. അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ അയാൾക്ക് 33.13% ഗെയിൻ കിട്ടി. ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ ദ മിക്സ്ചർ. നമ്മളോട് ചോദിച്ചേക്കുന്നത് അയാൾ എത്ര ലിറ്റർ വെള്ളം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. ഇതിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചേക്കുന്നത്, എത്ര ലിറ്റർ എന്നല്ല, എത്ര പെർസെൻറ്റേജ് വെള്ളം ആഡ് ചെയ്തു. ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്കാണ്. നമുക്ക് ഒരു ലോജിക്കൽ വേ അപ്രോച്ച് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 33.13% ഗെയിൻ ആണ്. 33.13% ഗെയിൻ എന്ന് വെച്ചാൽ എത്ര? ഇതിന്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര? 1/3 അല്ലേ? ഇനി ഗെയിൻ എന്ന് പറയുമ്പോൾ 3 രൂപയുടെ ആയിരുന്നു സാധനം, അയാൾക്ക് ലാഭം കിട്ടണം. 3 രൂപയുടെ സാധനം 1 രൂപയും കൂടെ അയാൾക്ക് ലാഭം കിട്ടി, അയാൾ 4 രൂപയ്ക്ക് വിറ്റു. അതാണ് 33.13% ഗെയിൻ എന്ന് പറഞ്ഞാൽ. അതായത് 3 രൂപയുടെ സാധനം 1 രൂപയും കൂടെ ഗെയിൻ കിട്ടി, 4 രൂപയ്ക്ക് വിറ്റു. അതായത് കോസ്റ്റ് പ്രൈസ് 3 ആണെങ്കിൽ അയാൾ സെല്ല് ചെയ്തത് 4 രൂപയ്ക്ക്. അതാണ് 33.13% ഗെയിൻ്റെ അർത്ഥം. ഇനി നമുക്കിതൊരു എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരാം. 1 ലിറ്റർ പാല്, 1 ലിറ്ററാണ് പാൽ അയാൾ എടുക്കുന്നത്. അതിന് ₹100 വെച്ചോ, 100 രൂപയാന്ന് വെച്ചോ. അപ്പോൾ 3 ലിറ്റർ പാലിന് എത്ര ആയിരിക്കും വില? ₹300 ആയിരിക്കുമല്ലോ. ഇനി ഇയാൾ ഈ 3 ലിറ്റർ പാല് വിൽക്കുക, വിൽക്കുന്നു. ഈ ചോദ്യം അനുസരിച്ചാണെങ്കിൽ ഇയാൾ ഈ 3 ലിറ്റർ പാൽ എത്ര രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്? ഇയാൾക്ക് 33.13% കിട്ടണമെങ്കിൽ 3 ലിറ്റർ പാല് 400 രൂപയ്ക്ക് വിറ്റാലല്ല ഇയാൾക്ക് എത്ര കിട്ടത്തുള്ളൂ? 33.13% ലാഭം കിട്ടത്തുള്ളൂ. അതായത് 3 ലിറ്റർ പാല് 400 രൂപയ്ക്ക് വിറ്റാലേ അയാൾക്ക് എത്ര? 33.13% ലാഭം കിട്ടത്തുള്ളൂ. പക്ഷെ അപ്പൊ നമുക്ക് മനസ്സിലായി 400 രൂപയ്ക്ക് തന്നെ വിൽക്കണം. ഈ 400 രൂപയ്ക്ക് തന്നെ അയാൾ സെല്ല് ചെയ്യണം. 3 ലിറ്റർ പാലേ ഉള്ളൂ. അപ്പോൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എത്ര ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം അല്ലേ? അത് എത്ര ലിറ്റർ ആയിരിക്കും? അതായത് ഫോർ എക്സാമ്പിൾ 4 ലിറ്റർ പാലിന് എത്ര ആയിരിക്കും വില? 400 രൂപ. പക്ഷെ 4 ലിറ്റർ തന്നെ പാലായിട്ട് കൊടുത്താൽ അയാൾക്ക് ലാഭവും നഷ്ടമില്ലല്ലോ. അപ്പോൾ 3 ലിറ്ററിൻ്റെ കൂടെ 1 ലിറ്റർ കൂടെ അയാൾ വെള്ളം ആഡ് ചെയ്താൽ 4 ലിറ്റർ ആയില്ലേ ടോട്ടൽ? അപ്പോൾ ടോട്ടൽ 4 ലിറ്റർ പാലെന്ന് പറഞ്ഞല്ലേ അയാൾ കൊടുക്കുന്നത്.
ഈ മേടിക്കുന്നവൻ അറിയില്ലല്ലോ 3 വെള്ളവും 1 ലിറ്റർ പാലും ആണ്, അല്ല സോറി 3 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളമാണ് ഈ മേടിക്കുന്ന ആൾക്കറിയില്ലല്ലോ. അപ്പോൾ ഇയാൾ 3 ലിറ്റർ മിൽക്കിൻ്റെ കൂടെ 1 ലിറ്റർ വാട്ടറോട് ആഡ് ചെയ്ത് ₹400 വിൽക്കുന്നു. ഇതാണ് പുള്ളി ചെയ്യുന്ന പരിപാടി. അപ്പം നോക്കിയേ, ടോട്ടൽ 3 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളവും, ടോട്ടൽ എത്ര ലിറ്ററായി? 4 ലിറ്റർ സൊല്യൂഷനായി അല്ലേ? 4 ലിറ്റർ സൊല്യൂഷനായി, മിൽക്കും വാട്ടറോടെ ചേർന്ന്. ഈ 4 ലിറ്റർ സൊല്യൂഷൻ്റെ അകത്ത് 1 ലിറ്റർ വാട്ടർ അല്ലേ? നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? വാട്ടറിന്റെ പെർസെൻറ്റേജ് അല്ലേ ഈ സൊല്യൂഷൻ്റെ അകത്ത് എത്ര ആണ്? അതായത് ടോട്ടൽ 4 ലിറ്ററിൻ്റെ അകത്ത് 1 ലിറ്റർ വാട്ടർ, അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഇൻറ്റു 100, അതായത് പെർസെൻറ്റേജ്. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ പേഴ്സൺ ഹാസ് എ കെമിക്കൽ of ₹15 per liter. In what ratio should water be mixed in that chemical so that after selling the mixture at ₹12 per liter, he may get a profit of 20%? The question ഇത്രേ ഉള്ളൂ. ഒരു പേഴ്സൺ, അയാളുടെ കയ്യിൽ 15 രൂപ, 1 ലിറ്ററിന് 15 രൂപ വരുന്നൊരു കെമിക്കൽ അയാളുടെ കയ്യിലുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഇതാണ്, ഇൻ വാട്ട് റേഷ്യോ the water be mixed in that chemical. ഏത് റേഷ്യോയിലാണ് വാട്ടർ ആ കെമിക്കലിൽ മിക്സ് ചെയ്യുന്നത്? അതായത് വാട്ടറും ആ കെമിക്കലും നമ്മളുടെ റേഷ്യോ നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ദാറ്റ് ആഫ്റ്റർ സെല്ലിംഗ് ദ മിക്സ്ചർ അറ്റ് ₹12 per liter, അതായത് അയാൾ സെല്ല് ചെയ്യുന്നു ആ മിക്സർ, അതായത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ടറും ഈ കെമിക്കലൂടെ അയാൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സെല്ല് ചെയ്യുക. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ് 12 രൂപ, 1 ലിറ്ററിന് 12 രൂപ. 1 ലിറ്റർ 12 രൂപയ്ക്ക് വെച്ച് കൊടുക്കുമ്പോൾ അയാൾക്ക് 20% ലാഭം കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയേ. ഒരു കെമിക്കലുണ്ട്, വാട്ടർ ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു, മൂന്നാമത് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. സെയിം, അതായത് അലിഗേഷൻ്റെ അതേ ഫോർമാറ്റാണ്. നമുക്കിതും അലിഗേഷൻ വെച്ച് ചെയ്യാം. നോക്കിയേ, ഇവിടെ നോക്കി, നമുക്ക് ആദ്യമേ പറഞ്ഞേക്കുന്നത് എത്ര? എ പേഴ്സൺ ഹാസ് എ കെമിക്കൽ ഓഫ് ₹15 per liter. ഇത് കോസ്റ്റ് പ്രൈസ് ആണ് തന്നേക്കുന്നത് അല്ലേ? ലാസ്റ്റ് നോക്കിയാൽ നമുക്ക് എന്താ തന്നേക്കുന്നതെന്ന്? സെല്ലിംഗ് ദ മിക്സ്ചർ, അതായത് ഇത് തന്നേക്കുന്ന സെല്ലിംഗ് പ്രൈസ്. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ അലിഗേഷൻ ചെയ്യാൻ നേരം എഴുതുന്ന 3ഉം സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം. അതായത് ഇവിടെ ഞാൻ കോസ്റ്റ് പ്രൈസ് എഴുതിയാൽ ഇവിടെയും കോസ്റ്റ് പ്രൈസ്, ഇവിടെയും കോസ്റ്റ് പ്രൈസ്, അതായത് ഇവിടെയും കോസ്റ്റ് പ്രൈസ്, ഇവിടെയും കോസ്റ്റ് പ്രൈസ്, ഇവിടെയും കോസ്റ്റ് പ്രൈസ്, 3ഉം സെയിം ആയിരിക്കണം. പക്ഷേ ഇവിടെ നമുക്ക് 15 എന്നുള്ളത് കോസ്റ്റ് പ്രൈസും 12 എന്നുള്ളത് സെല്ലിംഗ് പ്രൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ 12 എന്നുള്ളത് നമുക്കിവിടെ തന്നിട്ടുണ്ട്, 20% പ്രോഫിറ്റ് വിറ്റു, അതായത് 12 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 20% പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അതായത് ഏതോ ഒരു കോസ്റ്റ് പ്രൈസിലുള്ള സാധനം 20% പ്രോഫിറ്റ് വിറ്റു. 20% പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എത്ര? 20% എന്ന് വെച്ചാൽ എത്ര? അതിന്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്ര? 1/5. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എത്ര? 5 രൂപയുടെ സാധനം 1 രൂപയും കൂടെ കൂടി 6 രൂപയ്ക്ക് വിറ്റു, അതായത് ഇൻറ്റു 6/5 ചെയ്തപ്പോൾ അല്ലേ എനിക്ക് 12 രൂപ കിട്ടിയേ. അപ്പോൾ CP എത്ര ആയിരിക്കും? 12. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 6 ഡിനോമിനേറ്റർ വരും, 5 ന്യൂമിനേറ്റർ പോകും. അപ്പോൾ എത്ര? 10. അതായത് 10 രൂപയുടെ സാധനമാണ് ഞാൻ 20% പ്രോഫിറ്റ് കിട്ടപ്പോൾ 12 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയത്. അപ്പം നമുക്ക് ഈ മിക്സറിന്റെ കോസ്റ്റ് പ്രൈസ് കിട്ടിയല്ലോ 10 രൂപ അല്ലേ? ഞാൻ ഒന്ന് ഇറേസ് ചെയ്യുവാണ് ഇത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് ഓഫ് ദ മിക്സർ കിട്ടിയില്ലേ? CP ഓഫ് ദ മിക്സർ എത്ര കിട്ടി? 10 rupees കിട്ടി. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ കെമിക്കൽ എത്ര കിട്ടി? എത്രയാ? 15. ഇനി എന്താ നമ്മളോട് പറഞ്ഞ? വാട്ടറാ. തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ പറയുന്നത് വാട്ടർ മിക്സ് ചെയ്യും. എന്തിനാ വാട്ടർ മിക്സ് ചെയ്യുന്നത്? ലാഭം ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ വാട്ടറിന് എന്തെങ്കിലും പ്രൈസ് കാണുമോ? ഇല്ല. വാട്ടറിന്റെ പ്രൈസ് എപ്പോഴും 0 ആയിരിക്കും, CP. അപ്പോൾ നമ്മൾ അലിഗേറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ കെമിക്കല്, വാട്ടർ,
കെമിക്കലിൻ്റെ വില എത്ര? 15 അല്ലേ? വാട്ടറിൻ്റെ വില എപ്പോഴും 0 ആയിരിക്കും. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എത്ര വില കിട്ടി പെർ ലിറ്റർ? 10 അല്ലേ? അപ്പോൾ 15 - 10 എത്ര? 5. 10 - 0 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2:1. നമ്മളോട് ചോദിച്ചേക്കുന്നത് അത് തന്നെയല്ലേ, ഇൻ വാട്ട് റേഷ്യോ ഷുഡ് വാട്ടർ ബി മിക്സ്ഡ് ഇൻ ദാറ്റ് കെമിക്കൽ. അതായത് വാട്ടറും കെമിക്കലും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്ര കിട്ടി? 1:2. വാട്ടറും കെമിക്കലും അല്ല തമ്മിലുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വാട്ടറും കെമിക്കലും തമ്മിലുള്ള എത്ര ആയിരിക്കും? 1:2. 2:1 ഓപ്ഷനിൽ കാണും, എടുത്ത് എഴുതല്ലേ, കാരണം നമ്മളോട് വാട്ടറും കെമിക്കലും തമ്മിലുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വാട്ടർ ഈസ്റ്റ് കെമിക്കൽ തന്നെ എഴുതണം, 1:2. കേട്ടോ? ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പം നമ്മളിന്ന് ചെയ്തത് മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ ആണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ചോദിച്ചു വരുന്നൊരു പോർഷനാണ് ഈ മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ. അപ്പം ഞാൻ ഇന്ന് ഈ ടോപ്പിക് ഇവിടെ എടുത്തതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, പല കുട്ടികളും ഈ മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ ഇക്വേഷൻസ് ഒക്കെ ഇട്ട് അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ വളരെ ലോജിക്കലായിട്ട് ഒരു 30 സെക്കൻഡിനുള്ളിൽ എങ്ങനെ ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു സെഷൻസ് ഇവിടെ നടത്തിയത്. അപ്പോൾ ബാക്കി ടോപ്പിക്കുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.